നമസ്കാരം, ഞാൻ ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ളോഗ്സ് ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ഉണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ളോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ഷെയർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലുള്ള കൽക്കരി ട്രെയിനിലേക്ക് പോകാൻ. ടിക്കറ്റൊക്കെ നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ കയ്യിൽ പിടിച്ച് നേരെ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ. ദേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പാർക്കൊക്കെ ചെയ്തു. ഇപ്പോൾ ദേ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എവിടേക്ക്? നമ്മുടെ കൽക്കരി ട്രെയിനിലേക്ക്. ഇപ്പോൾ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഓൺലൈൻ ടിക്കറ്റ് ഒന്നുമില്ലായിരുന്നു ഗൈസ്. അവിടെ ഓൺലൈൻ ടിക്കറ്റും അങ്ങനെ അധികം ലഭ്യമായിരുന്നില്ലായിരുന്നു. നമ്മളവിടെ പോയിട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി തൊപ്പിയായിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ നടക്കുന്നത് ഗൈസ്. ആ തൊപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഇതൊക്കെ എന്തെങ്കിലും ഈ കൽക്കരി ട്രെയിൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് കേട്ടോ. അതെ, നമ്മുടെ ആ സിനിമ തന്നെ, ഊട്ടിപ്പട്ടണം ടിങ്ങാലാല, ആ പാട്ടിലുള്ള ആ സിനിമയിലത്തെ ലാലേട്ടൻ ഈ കൽക്കരി ട്രെയിനിൻ്റെ മേലെ നിന്നിട്ടായിരുന്നു ആ ഡാൻസും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. ആ കൽക്കരി ട്രെയിനിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ ഊട്ടിയിൽ മാത്രമേ ഈ കൽക്കരി ട്രെയിൻ ഉള്ളൂ. വേറെ എവിടെയും ഈ കൽക്കരി ട്രെയിൻ ലഭ്യമല്ല. അവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ലാലേട്ടൻ്റെ പോലെ അതിൻ്റെ മേലെ കയറിയിട്ടൊന്നും ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറിഞ്ഞപ്പുറത്തേക്ക് വീഴും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലൊന്നും കയറി നമ്മൾ ഡാൻസ് കളിക്കുന്നില്ല അല്ലേ? ഇല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നേ ഉള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. നിങ്ങൾക്ക് അവിടെ കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഊട്ടിയിൽ നമ്മുടെ കൽക്കരി ട്രെയിൻ ഉണ്ട്. അത് ഒറ്റൊരെണ്ണേ ഉള്ളൂ. അത് റെയർ പീസാണ് നമ്മുടെ കൽക്കരി ട്രെയിൻ. പണ്ടത്തെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ഊട്ടിയിൽ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആ ഓർമ്മ തരാനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളാണ്. സാധാ ട്രെയിനേക്കാളും അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ. നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു മദാമേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞു കുഞ്ഞ വർത്തമാനങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് ഇതിൽ തന്നെ കേട്ടാലോ. ഗൈസ്, നമ്മൾ നിർത്തിയപ്പോൾ അവരും നിർത്തി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ വർത്തമാനം. അപ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു. കണ്ട, നിങ്ങളിപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടില്ലേ? അത് നമ്മുടെ ട്രെയിന് എടുക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ടായിരുന്നു. സാധാ ട്രെയിനേക്കാളും ബെറ്ററാണ് നമ്മുടെ കൽക്കരി ട്രെയിൻ അല്ലേ? യെസ് ഗൈസ്, ബ്യൂട്ടിഫുൾ ആണ്. ഉള്ളും പുറവും ഒക്കെ. പുറത്തൊക്കെ നല്ല വ്യൂ. നമ്മുടെ ഊട്ടിയിലായതുകൊണ്ടായിരിക്കണം അത്രയും വ്യൂ നമുക്ക് കിട്ടുന്നത് അറിഞ്ഞൂടാ. കൂടുതലും നമ്മുടെ മലയാളികൾ തന്നെയായിരുന്നു ആ ട്രെയിനിലുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് ആകെ ആ മദാമി മാത്രമേ ഇരിക്കണ്ടായിരുന്നു. വേറെ ആരും, മദാമിയും പിന്നെ വേറെ ഒരു ചേട്ടനും കൂടി മാത്രമേ ഇരിക്കണ്ടായിരുന്നു. മൊത്തം നമുക്കുള്ളതായിരുന്നു കേസ്. കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ തലയൊക്കെ പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ട്രെയിനിൽ പുറത്തേക്കൊന്നും ഇടാൻ പാടില്ല. അത്രയും ഡേഞ്ചർ നമ്മുടെ ഊട്ടിയിലില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വിൻഡോസിന് മറ്റേ എന്താ പറയുക, ആ മറ്റേ ഒരു നമ്മുടെ സാധാ ട്രെയിനിൻ്റെ വിൻഡോസും ഈ വിൻഡോസും നിങ്ങൾക്ക് കണ്ടതിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ വിൻഡോസ് ഇങ്ങനെ നമുക്ക് തല പുറത്തേക്കൊക്കെ ഇടാൻ പറ്റും, മറ്റേ വിൻഡോസിൽ പുറത്തേക്ക് ഇടാൻ പറ്റില്ല. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ദിലീപിൻ്റെ സിനിമയിൽ അവൻ എന്താ പറയുക, കരിക്ക് വെള്ളം കുടിക്കാനായിട്ട് അവിടെ പെട്ട് നിന്നിട്ട് ഹനുമാൻ്റെ പോലെ ഇങ്ങനെ വലിക്കണ ഒരു സീനില്ലേ? ആ പടത്തിൻ്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ. പിന്നെ ഊട്ടിപ്പട്ടണം ആ പാട്ടിട്ട ആ സിനിമ കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിലോ. നമ്മുടെ കുഞ്ഞിക്കുട്ടി എന്താണോ മൂഡ് ഓഫ് ആണ് ഗൈസ്, വീഡിയോയിലല്ല വോയിസ് ഓവർ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും തല പുറത്തേക്കിട്ട വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ചേട്ടന്മാരും ചേച്ചിമാരും വരെ തല പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിനേക്കാളും കൽക്കരി ട്രെയിൻ അല്പം ചെറുതാണെന്ന് തോന്നുന്നു. ബട്ട് നല്ല രസമാണ് കയറാനും കാര്യങ്ങൾക്കൊക്കെ. ഈ കൽക്കരി ട്രെയിൻ
എപ്പോൾ പോയാലും ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ് ഗൈസ്. നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെയാണ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് വേഗം ചെയ്യൂ കേട്ടോ ഗൈസ്. നമ്മുടെ മദാമ്മക്കുട്ടി പറയുന്നുണ്ട്, നമ്മുടെ പാവം കിളവിയായ മദാമ്മക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യും. ഭാഗ്യം ഈ മദാമ്മയ്ക്ക് മലയാളം അറിയാത്തത്, ഇല്ലെങ്കിൽ ഈ മദാമ്മനെ കൊമ്മേനെ ഗൈസ്. ഈ മദാമ്മയ്ക്ക് മലയാളം അറിയാത്തത് നമ്മുടെ ഭാഗ്യം ഗൈസ്. ഇതാണ് നമ്മുടെ കൽക്കരി ട്രെയിനിന് പുറത്തേക്കുള്ള ഒരു കുഞ്ഞൊരു വ്യൂ പോയിന്റും വ്യൂ ഒക്കെ നിങ്ങൾ കാണുന്നത്. കുറേ മരങ്ങളും പച്ചപ്പും നിറഞ്ഞതാണ് നമ്മുടെ ഊട്ടി. അത് മാത്രമല്ല കുറേ നമ്മുടെ മലകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പോലെ തന്നെ പച്ചപ്പൻ നമ്മുടെ ഊട്ടിയിലും. നമ്മളിപ്പോൾ കുറുക്കുറയാണ് തിന്നുന്നത്. നിങ്ങൾക്ക് കുറുക്കുറ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നമുക്ക് കുറവാണ് കേസ്. നമ്മളൊന്ന് ചെയ്യണം. ഈ കൽക്കരി ട്രെയിൻ കയറാൻ ആഗ്രഹമുള്ളവർ എന്തായാലും കയറിക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കൽക്കരി ട്രെയിൻ നമുക്കായിട്ട് തരുന്നത്. പക്ഷെ പോണ വഴിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ കയ്യിൽ പിടിച്ചോ? യെസ് ഗൈസ്. കൽക്കരി ട്രെയിൻ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. അതിന് നമുക്ക് നമ്മുടെ സാധാ ട്രെയിനേക്കാളും കുറേ വ്യത്യാസങ്ങൾ നമ്മുടെ കൽക്കരി ട്രെയിൻ ഉണ്ട്. കാരണം നമ്മുടെ സാധാ ട്രെയിൻ ആകുമ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ടാവും, കുറേ പേര് ഇരിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ. നമ്മുടെ വിടവിലുണ്ടാവുന്ന ആ ഗ്യാപ്പ് പോലത്തെ ആ സംഭവം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് നമ്മുടെ വന്ദേ ഭാരതം എക്സ്പ്രസ്. അത് ഇലക്ട്രിക് ട്രെയിനാണ്. അതിൽ നമ്മുടെ ഈ കൽക്കരി ട്രെയിൻ പോലെ ഇങ്ങനെ ജോയിൻ്റ് ആണ് മുഴുവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചെയ്യാനൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ബട്ട് നമ്മുടെ കൽക്കരി ട്രെയിനിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട്, സാധാ ട്രെയിനിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കോഴിക്കോട് ഞാൻ പോയിട്ടുണ്ടായിരുന്നതിൽ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല, അത് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ വേഗം പോയി കണ്ടോ. ഇതിൽ കോഴിക്കോട് നിന്ന് അങ്ങോട്ടായിരുന്നു പേര്. ടുട്ടു വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ വന്നാൽ അത് കിട്ടും. കോഴിക്കോട് ഞാൻ പോയിട്ടുണ്ട്, അതൊക്കെ കിട്ടും. അതിൽ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വേഗം പോയി കാണൂ ഗൈസ്, കാണൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഭാഗം ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സാധാ പേപ്പറിൽ പെയിൻ്റ് അടിക്കാമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതാണ് ഗൈസ് നമ്മുടെ കൽക്കരി ട്രെയിൻ. കൽക്കരി ട്രെയിൻ കുറച്ചുകൂടി ട്രെയിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ. നല്ല ഭംഗി. കൽക്കരി ട്രെയിൻ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയുക. അതിൻ്റെ ഷേപ്പ് തന്നെ നമ്മൾ ആകർഷിക്കും. പിന്നെ തമിഴ്നാട് നിങ്ങൾക്കറിയാലോ. തമിഴ്നാടിലുള്ളവർ തമിഴ് സംസാരിക്കുന്നവരാണെങ്കിലും അതിൽ കൂടുതലും മലയാളീസ് ആയിരിക്കും. അവിടെ ജോലി കിട്ടിയവരുണ്ട്, മലയാളീസ് അവിടെ ഉണ്ടാവും. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ് അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. അവിടെ അതിലുള്ള പകുതി ജനവും മലയാളീസ് ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ ജോലിയില്ല. അവൾക്ക് വട്ടളയ്ക്കാത്ത പിച്ചും പിഴിയൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് യൂട്യൂബ് മാത്രമല്ല, എനിക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അതിൽ സെയിം ഇതിൻ്റെ നമ്മുടെ ടുട്ടു വ്ലോഗ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഷോർട്സൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് ഞാൻ ഷോർട്സ് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതൊക്കെ കാണാമെന്നുള്ള ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കണ്ടോളൂ. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, വളരെ രസകരമാണ്. ഇൻസ്റ്റയിലത്തെയും ഇതിലത്തെയൊക്കെ എൻ്റെ ഷോർട്സ് കാണാം. അപ്പോൾ നിങ്ങൾ വേഗം പോയി കണ്ടോളൂ. ഈ സെയിം പേര് തന്നെയാണ് വരുന്നത്, ടുട്ടു ആൻഡ് വ്ലോഗ്സ് തന്നെയാണ് പേര് വരുന്നത്. ഈ പേര് നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ, പിന്നെ നല്ല രസമുള്ളൊരു പെറ്റ് പേരും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിലോ കേട്ടോ. ഇതാണ് നമ്മുടെ കൽക്കരി ട്രെയിനിൻ്റെ മേലത്തെയും അഴുത്തത്തെയും വ്യൂ അല്ലേ ഗൈസ്? ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. തലയൊക്കെ കുഞ്ഞിട്ടൊക്കെ പറയാം.
നിങ്ങൾ ആ ശബ്ദം കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ് ഗൈസ്, അടിപൊളിയായിരുന്നു കൽക്കുഴി ട്രെയിൻ. ഇപ്പോൾ നമ്മുടെ കൽക്കുഴി ട്രെയിനൊക്കെ നിർത്തി. അപ്പോൾ ഇത് അവസാനത്തെ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലാലേട്ടൻ്റെ ഊട്ടിപ്പട്ടണം ട്രിനാല എന്നുള്ള പടവും നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഊട്ടിപ്പട്ടണം ട്രിനാല. ഈ കൽക്കുഴി ട്രെയിനിൽ മുമ്പ് ആ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പാർട്ട് 5 ഒക്കെ ഉണ്ട് കാണാൻ മറക്കരുത്. യെസ്, ബൈ.